ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുമ്പോൾ ആകാംക്ഷയും അതോടൊപ്പം ആശങ്കയും ഉണ്ടായേക്കാം. എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങളെന്ന് ലളിതമായ രീതിയിൽ പരിശോധിക്കാം. ഇന്ത്യൻ ശിക്ഷാ നിയമം IPC, ക്രിമിനൽ നടപടിച്ചട്ടം CRPC, ഇന്ത്യൻ തെളിവ് നിയമം എവിഡൻസ് ആക്ട് എന്നിവയിൽ സമഗ്രമായ മാറ്റമാണ് കൊണ്ടുവരുന്നത്. IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനിയവുമാണ് നിലവിൽ വരുന്നത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിലവിൽ വന്ന നിയമ സംവിധാനങ്ങൾക്ക് പകരമായാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ജൂലൈ 1 മുമ്പ് നടന്ന കുറ്റകൃത്യങ്ങൾ പഴയ നിയമപ്രകാരമായിരിക്കും വിചാരണ ചെയ്യുക. എന്നാൽ തുടർന്നങ്ങോട്ടുള്ള നിയമലംഘനങ്ങൾക്ക് പുതിയ നിയമപ്രകാരം കേസ് വരും. 0 FIR, പോലീസ് പരാതികൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യൽ, ഇലക്ട്രോണിക് സമൻസ്, ഗുരുതര കുറ്റകൃത്യങ്ങളുടെ വീഡിയോ ചിത്രീകരണം തുടങ്ങിയവ പുതിയ നിയമത്തിലെ പ്രധാന മാറ്റങ്ങളാണ്. IPCക്ക് പകരമെത്തുന്ന ഭാരതീയ ന്യായ സംഹിത സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വലിയ പ്രാധാന്യം നൽകുന്നു. സെക്ഷൻ 150 കീഴിൽ വരുന്ന രാജ്യദ്രോഹ കുറ്റം കൂടുതൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യപ്പെടും. ഒരാളുടെ അശ്രദ്ധ മൂലം മറ്റൊരാൾ മരണപ്പെട്ടാൽ സെക്ഷൻ 106 പ്രകാരം 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ആൾക്കൂട്ട കൊലപാതകത്തിൽ ഉൾപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷയും പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CRPCക്ക് പകരമാകുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ്. പോലീസിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. പഴയ നിയമപ്രകാരം FIR രജിസ്ട്രേഷൻ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഒന്നായിരുന്നു. ചുരുക്കം കേസുകളിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ പുതിയ നിയമം പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രഥമദൃഷ്ട്യാ കേസ് നിലനിൽക്കുമോ എന്ന് നിർണ്ണയിക്കാൻ പോലീസിന് പ്രാഥമിക അന്വേഷണം നടത്തണം. തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ അധീനിയം നിലവിൽ വരുന്നതോടെ കോടതികളും ആധുനികവൽക്കരിക്കപ്പെടും. ഡിജിറ്റൽ വിവരങ്ങളും കോടതി നടപടികൾ തെളിവായി സ്വീകരിക്കുന്നതാവും പുതിയ നിയമം. 2023 ഓഗസ്റ്റ് 12 ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത്. ഡിസംബർ 13 പുതുക്കി അവതരിപ്പിച്ച ഈ നിയമസംഹിതയ്ക്ക് ഡിസംബർ 25 രാഷ്ട്രപതി അംഗീകാരം നൽകി. അതേസമയം ഈ നിയമത്തിന്റെ നടപ്പാക്കലിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. നിയമം പാർലമെന്റിൽ പാസാക്കുമ്പോൾ 140 MPമാരെ സ്പീക്കർ പുറത്താക്കിയിരുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. സുപ്രധാനമായ ഒരു നിയമം പ്രതിപക്ഷ സാന്നിധ്യമില്ലാതെ പാസാക്കിയെടുത്തതായി ഹർജിയിൽ പറയുന്നു.